ഈ കോവളം മണ്ഡലം എന്ന് പറയുന്നത് 7 പഞ്ചായത്ത് ഉൾപ്പെടുന്നതാണ് കോവളം മണ്ഡലം. അത് ചെറിയതാണ്. 7 പഞ്ചായത്തുകളിലും കൂടെ UDF ആണ് ഏറ്റവും കൂടുതൽ. UDFിന് ഒരു നല്ല അപ്പർ ഹാൻഡാണ്. 49,424 വോട്ടുണ്ട് UDFിന്. LDFിന് 48,000 വോട്ടും 1,100 വോട്ട് വ്യത്യാസമുള്ളൂ LDF UDF. NDAക്ക് 30,000 വോട്ട് ഉണ്ട്. മിക്ക മണ്ഡലങ്ങളിലും തിരുവനന്തപുരത്ത് 30,000 വോട്ട് NDAക്ക് ഉണ്ട് കേട്ടോ. NDA വളരെ ശക്തമായിട്ട് BJP കയറി വരുന്നൊരു ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ മറ്റുള്ളവർക്ക് 10,000 വോട്ട് സ്വതന്ത്രരുടെ അവിടെ ഉണ്ട്. ആൻഡ് മെമ്പർമാർ നോക്കുവാണെങ്കിൽ 61 UDF മെമ്പർമാരുള്ളപ്പം 48 പേരേ ഉള്ളൂ LDFിന്. അതായത് ഇത്രയും ചെറിയ 1000 വോട്ടിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും മെമ്പർമാരിൽ ഭയങ്കര വ്യത്യാസമുണ്ട് LDFിന്. NDAക്ക് 23 വോട്ട്, മറ്റുള്ള സ്വതന്ത്രമായിട്ടുള്ള 6 പേരും. എഫക്റ്റീവ്ലി ഞാനിത് വളരെ സിമ്പിളായിട്ട് UDFിന് ഒരു അപ്പർ ഹാൻഡ്, ഭയങ്കര അപ്പർ ഹാൻഡ്, വോട്ടും കൂടുതലാണ്, മെമ്പർമാരും കൂടുതലാണ്. കോവളം UDF അത് ഈസി വിന്നായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. LDFിന് വോട്ട് കുറയും, ഒരു 5,000 വോട്ടോളം കുറയും. ഒരു 5,000 വോട്ട് കൂടുതൽ മാർജിൻ മിക്കവാറും UDF ജയിക്കും. NDA ഒരു നല്ലൊരു മുന്നേറ്റം നടത്തും. ഒരു 35,000 to 40,000 35,000 കൂടെ വോട്ട് BJP പിടിക്കുമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. എന്തായാലും ഇത് കോവളം ഞാൻ UDFിന് ഫേവറായിട്ടാണ് എൻ്റെ ഒരു അനാലിസിസ്.